വഅൻ യതനാജൽ ജംഉ മാ ദൂന മുഫ്രദി, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്ന് മറ്റൊരാളെ ഒറ്റക്കാക്കിക്കൊണ്ട് രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 പേരുണ്ട് എങ്കിൽ ഫലാ യതനാജസ്നാനി ദൂനൽ ആഖർ, ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് 2 പേർ മാത്രമായി രഹസ്യ സംഭാഷണം നടത്താൻ പാടില്ല. ഹത്താ തഖ്തലിതു ബിന്നാസി മിൻ അജ്ലി അൻ യുഹ്സിനഹ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇടകലരുന്നത് വരെ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ 3 ആളുകൾ അവരൊരു യാത്രയിലാണ്, ഈ യാത്ര പോകുന്നതിന് 3 ആളുകൾ മാത്രമുണ്ട്. 2 ആളുകൾ മാറി നിന്ന് ഒരാൾ അപ്പുറത്ത് മാറ്റി നിർത്തി എന്ത് ചെയ്യാൻ പാടില്ല? രഹസ്യ സംഭാഷണം നടത്താൻ പാടില്ല, സ്വകാര്യം പറയാൻ പാടില്ല. ചില ആളുകൾ അതിനേക്കാൾ മോശമായത് ചെയ്യും. 2 ആൾ മാറി നിന്ന് ഒരുത്തനെ മാറ്റി നിർത്തി അവനെ നോക്കി അവനെ ചൂണ്ടി ഇവിടെ 2 ആൾക്കാർ ചിരിക്കും. ചിലപ്പോൾ ഒന്നും പറയുന്നുണ്ടാവില്ല, അവനൊന്ന് വിഷമിപ്പിക്കുക എന്നതായിരിക്കും അവരുടെ ഉദ്ദേശം. അത് പാടില്ല. ലാ യജൂസു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നത് അനുവദനീയമല്ല. ലാ യജൂസ്, അനുവദനീയമല്ല. തമാശക്ക് പോലും പാടില്ല. തമാശക്കാണെങ്കിൽ പോലും മറ്റൊരാളെ പേടിപ്പിക്കരുത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോഴാണ്? സഹാബികൾ അവരിൽ ഒരാൾ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ മറ്റുള്ള സഹാബിമാരിൽ ചിലർ ഒരു തമാശയൊപ്പിക്കാൻ ശ്രമിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ ആയുധം, വാളും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തു മാറ്റി വെച്ചു. ഇദ്ദേഹം ഉറക്കമുണർന്നപ്പോൾ തൻ്റെ ആയുധങ്ങൾ കാണാനില്ല. അവരെ സംബന്ധിച്ച് ആയുധം അവർക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. അദ്ദേഹം പേടിച്ച് കരയാൻ തുടങ്ങി. മറ്റുള്ളവർ ഇത് നോക്കി ചിരിക്കാനും തുടങ്ങി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യജൂസു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നത് അനുവദനീയമല്ല. തമാശക്കാണെങ്കിൽ പോലും പാടില്ല. പക്ഷെ ഇന്ന് സുബ്ഹാനല്ലാഹ് ഒരു വൃത്തികേടായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ പറയുന്നത്. ആളുകളെ തമാശയാക്കുന്ന പ്രാങ്ക് എന്ന് പറഞ്ഞ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടികൾ ഈ കാലത്ത് കുട്ടികൾ ചെയ്യുന്നതാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ പേടിപ്പിക്കുക ഗുരുതരമായ കാര്യമാണ്, വളരെ ഗുരുതരമായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്ത് തമാശയാണ് അതിലുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആളുകൾ ഉള്ളപ്പോൾ 2 ആളുകൾ മാറി നിന്ന് ഒരാളെ കുറിച്ച് സംസാരിക്കരുത്. കാരണം എന്താണ്? അവിടെ എന്തുകൊണ്ടാണ് അത് വിലക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി അജ്ലി അൻ യുഹ്സിനഹു, എൻ്റെ 2 ആളുകൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുമ്പോൾ അത് 3-മത്തവനെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? അവനെ മാത്രം മാറ്റി നിർത്തി എന്നത് അവന് വിഷമിപ്പിക്കും, സംശയമില്ല കാര്യം. ഉലമാക്കളിൽ ചിലർ പറഞ്ഞു ഇത് യാത്രയിൽ മാത്രം ബാധകമായ കാര്യമാണെന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരുണ്ട്. മറ്റു ചിലർ പറഞ്ഞു, നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞു, ഇല്ല, ഇത് യാത്രയിൽ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഇളവ് നൽകിയത് എപ്പോഴാണ്? ഹത്താ തഖ്തലിതു ബിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടിക്കലരുന്നത് വരെ. ഒരു കല്യാണത്തിന് പോയി 3 ആൾക്കാർ, 3 ആളുകൾ കല്യാണത്തിന് പോയി, പന്തലിലേക്ക് അങ്ങ് കയറി സലാം പറഞ്ഞ് സംസാരിച്ചു. ഓരോരുത്തർ അവരവരുടെ വർത്തമാനങ്ങളിലായി. പിന്നെ 2 ആളുകൾക്ക് തമ്മിൽ സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? ഈ മനുഷ്യന് പേടി ഉണ്ടാവുന്ന പ്രത്യേകിച്ച് സാഹചര്യം. എല്ലാവരും അങ്ങോട്ടൂടായി. അവന് സംസാരിക്കാൻ ആളുകളുണ്ട്, നമുക്ക് സംസാരിക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും 3 ആളുകൾ ഉള്ളപ്പോൾ 2 ആളുകൾ മാറി നിന്ന് സംസാരിക്കുക എന്നത്, രഹസ്യം പറയുക എന്നത് പാടില്ല. ഈ ഹദീസിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഹറാമാണ് എന്നാണ്, കേവലം മക്രൂഹല്ല. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് ഹറാമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. 3 ആളുണ്ടാകുമ്പോൾ 2 ആൾക്കാർ മാറുന്നു രഹസ്യം പറയും, ഹറാമാണ്, മക്രൂഹല്ല, ഹറാമാണ്. എന്നാൽ ഈ പറഞ്ഞതിൽ ഇളവ് നൽകപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദർഭം, 3 ആളുകളുണ്ട്, അതിൽ 3-മത്തെ വ്യക്തി അനുവാദം നൽകുകയാണ്. നിങ്ങൾ പോയി സംസാരിച്ചോളൂ, ഞാൻ അവിടെ നിൽക്കാം. 3 ആളുകളുണ്ട്, 2 ആളുകൾ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം സംസാരിച്ചോട്ടെ. 3-മത്തെ ആൾ, അയാൾ നിനക്ക് അനുവാദം നൽകിയാൽ ഈ 2 ആളുകൾക്ക് രഹസ്യമായി സംസാരിക്കുന്നത് അനുവദനീയമാണ്, അനുവാദം ചോദിച്ചതിന് ശേഷം. ചില ഉലമാക്കൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസിൽ വന്ന പദങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലാ ബിഇദ്നിഹി എന്ന് ചില ഹദീസിന്റെ പദങ്ങളിൽ തന്നെ കാണാം. അനുവാദമില്ലാതെ, 3-മത്തവന്റെ അനുവാദമില്ലാതെ 2 ആളുകൾ രഹസ്യം പറയരുത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നീ അനുവാദം ചോദിക്കുമ്പോൾ നിന്നോട് പറ്റില്ല എന്ന് പറയാൻ മടിയുള്ളത് കാരണമാണ് അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എങ്കിൽ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പാടില്ല. 3 ആളുകൾ പോവാണ്, 2 ആളുകൾ
ഒരുത്തനോട് അവൻ്റെ ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് രഹസ്യങ്ങൾ പറയട്ടെ. അപ്പോൾ ഇവനിങ്ങനെ കുറച്ച് നേരം നിന്നിട്ടാണ് പറഞ്ഞത്, സംസാരിച്ചോ എന്ന് പറഞ്ഞു. എന്ത് മനസ്സിലായി? അവനൊരു ചെറിയ പ്രയാസമുണ്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കുന്നതിൽ. പക്ഷേ നിങ്ങളോട് പറ്റില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൻ നിങ്ങൾ സംസാരിക്കാൻ അനുവാദം നൽകിയത്. എങ്കിൽ സംസാരിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലെ അദബുകൾ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കും. ചില ആളുകൾ പറയും, എന്തിനാണ് മതം? ഞാൻ ചോദിക്കുന്നു, നിന്റെ ബുദ്ധി കൊണ്ട് നീ 1000 വർഷം പണിയെടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് നിനക്ക് കിട്ടുക? നിന്റെ ബുദ്ധിയും മറ്റുള്ള മനുഷ്യന്മാരുടെ ബുദ്ധി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവെക്ക്. എന്നാൽ നിനക്ക് ഇതുപോലുള്ള നിയമങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? ഇസ്ലാമാണ് നന്മകൾ പഠിപ്പിച്ചത്, ഇസ്ലാമാണ് നന്മകൾ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ മൃഗങ്ങളെ പോലെ ആകുമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത്, അവിടുന്ന് വന്നില്ലായിരുന്നു എങ്കിൽ മനുഷ്യർ മൃഗങ്ങളെ പോലെ ആകുമായിരുന്നു. ഇസ്ലാമാണ് മനുഷ്യരെ നന്മയിലേക്ക് നയിച്ചത്. ആളുകൾ ഇന്ന് പറയുന്നു സത്യം പറയണമെന്ന് മതം പഠിപ്പിക്കണോ? അതെ, മതമാണ് ഇത് പഠിപ്പിച്ചത്. അല്ലാതെ നിങ്ങളാരും ജനിക്കുന്ന സമയത്ത് സത്യം പറയണമെന്ന ബോധ്യവുമായി തിരിച്ചിറങ്ങി വന്ന ഒരാൾക്കാരല്ല. ഇസ്ലാമാണ് ഇത് പഠിപ്പിച്ചത്, ദീനാണ് നന്മകൾ പഠിപ്പിച്ചത്, റസൂലുകളാണ് ഇത് പഠിപ്പിച്ചു നൽകിയത്. രണ്ടാമത്തെ സന്ദർഭം, 3-ൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് പരസ്പരം രഹസ്യം പറയാം. 3-ൽ കൂടുതൽ, 4 ആളുകളുണ്ട്, 2 ആളുകൾ അങ്ങോട്ട് രഹസ്യം പറയും, 2 ആളുകൾ പുറത്ത് മാറി നിൽക്കുന്നു, തെറ്റില്ല. എങ്കിൽ എന്നാൽ 4 ആളുകൾ ഉള്ളപ്പോൾ 3 ആളുകൾ മാത്രമായാലോ? അത് പാടില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഫഅർബഅത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അത് ലാ യദുറുക്, 4 പേരുണ്ട് എങ്കിൽ അതിൽ തെറ്റില്ല എന്ന് ഇബ്നു ഉമർ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ 3 ആളുകളുള്ള സന്ദർഭത്തിൽ 2 ആളുകൾക്ക് രഹസ്യം പറയാൻ അനുവാദമുള്ള മറ്റൊരു സമയമുണ്ട്. പൊതുവെ ജനങ്ങൾക്കിടയിൽ രഹസ്യമായി പറയുന്ന ചില സന്ദർഭങ്ങളാണ്. ഉദാഹരണത്തിന്, വീട്ടിലൊരു അതിഥി വന്നു, വാപ്പയുണ്ട്, വീട്ടുകാരനായി വാപ്പയുണ്ട്, മകനുമുണ്ട്. അതിഥികൾ 2 പേർ മുന്നിൽ വന്നിരിക്കുന്നു. അപ്പോൾ മകനോട് ഭക്ഷണം എടുത്തു വെക്കാൻ എങ്ങനെ പറയേണ്ടത്? പോയിട്ട് ചോറും കറിയൊക്കെ എടുത്ത് വെക്ക്, ഭക്ഷണം ഉണ്ടാക്കിക്കോ, അങ്ങനെയാണോ പറയേണ്ടത്? അല്ല. അതിഥികളുടെ മുൻപിൽ വെച്ച് ഭക്ഷണം ഒരുക്കി വെക്കാൻ പറയുന്നത് രഹസ്യമായി പറയാം, മകൻ്റെ ചെവിയിലെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അതിഥികൾ വന്നാൽ അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതായി അവരെ ബോധ്യപ്പെടുത്തരുത്. കാരണം എന്താ? അവർക്ക് പ്രയാസമുണ്ട്, അവർക്ക് തിന്നാൻ, ഞങ്ങൾ തിന്നാമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അതുകൊണ്ടാണ് മലായികത്തുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നപ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞത്? ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. അദ്ദേഹം തൻ്റെ വീട്ടുകാർക്കിടയിലേക്ക് പെട്ടെന്ന് പോയി തിരിച്ചു വന്നു. ഒരു വളരെ വേഗതയിൽ അദ്ദേഹം വീട്ടുകാരുടെ അരികിൽ പോയി തിരിച്ചു വന്നു. എന്തുകൊണ്ട്? അതിഥികളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അതിഥികളെ അറിയിക്കരുത്. നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ദൂരപ്രദേശത്ത് നിന്ന് വരുന്ന അതിഥികൾ, അവരാണ് അതിഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെ അയൽവാസി വീട്ടിലേക്ക് കയറി വന്നു, അവൻ അതിഥിയാണോ? അല്ല. ദൂരപ്രദേശത്ത് നിന്ന്, നിന്റെ നാട്ടിന് പുറത്തു നിന്ന് ഒരാൾ നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് വന്നാൽ അവൻ അതിഥിയാണ്, അവനാണ് അതിഥി. അവനോടാണ് ഈ പറഞ്ഞ ബാധ്യതകളുള്ളത്. അതല്ലാത്തവർ ജാഇറാണ്, സന്ദർശകനാണ്. സന്ദർശകരെ ആദരിക്കുക എന്നത് മര്യാദകളിൽപ്പെട്ടതാണ്, ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതാണ്. പക്ഷേ അതിഥികൾക്കുള്ള അവകാശങ്ങൾ അവർക്കില്ല. ജാഇർ, സന്ദർശിക്കുന്ന ആളുകൾ, അവർക്ക് അതിഥികൾക്കുള്ള അവകാശങ്ങളില്ല. പക്ഷെ അതിഥികൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. 3 ദിവസം, ഒരു ദിവസം താമസിക്കാൻ, ഒരു രാത്രിയും പകൽ താമസിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഭക്ഷണത്തിന് അവകാശം, ഇതൊക്കെ അതിഥികൾക്ക് അവകാശമുള്ളതാണ്.